പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 ലൊക്കേറ്റിംഗ് ആൻഡ് കമ്പയറിംഗ് ഡെസിമൽസ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. Let us consider the decimal number 1.4. It is equal to 1 unit and 4 tens. This means that the unit between 1 and 2 is divided into 10 equal parts and 4 such parts are taken. അപ്പോൾ ഇവിടെ നമ്മളോട് 1.4 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 1.4 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 1.4 എന്ന് പറയുന്നത് 1 യൂണിറ്റിനും പിന്നെന്താണ് 4 ടെൻസിനും ഈക്വലാണ്. അതായത് 1 യൂണിറ്റും 1/10കളുടെ 4 പാർട്സും ചേരുന്നതാണ് എന്ത് 1.4 എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണല്ലേ. അപ്പോൾ നമുക്കറിയാം 1ൻ്റെയും 2ൻ്റെയും ബിറ്റ്വീൻ 10 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതിൽ 4 ടെൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിലെ 4 പാർട്ടുകൾ എടുക്കുന്നതാണ്. അതായത് യൂണിറ്റ് 1ഉം 2ഉം 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ എടുക്കുന്ന 4ാമത്തെ പാർട്ടിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? 1.4 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ 1.4 ഏതൊക്കെ നമ്പേഴ്സിന് ബിറ്റ്വീനാണ്? 1.4 ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് 2. 1നും 2വിനും ഇടയ്ക്കായിരിക്കും 1.4 വരുന്നത്. Okay, draw the number line and divide the unit between 1 and 2 into 10 equal parts. Take the 4th part and we have 1.4 on the number line. അപ്പോൾ ഇവിടെ നമ്പർ ലൈൻ നമ്മളെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതായത് കണ്ടല്ലോ, 1നെയും 2വിനെയും 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ 4th പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ലൈനിൽ 1.4 കിട്ടും. അപ്പോൾ 1ൻ്റെയും 2വിൻ്റെയും ഇടയ്ക്കുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ്? 1.1, 1.2, 1.3, 1.4, 1.5, 1.6, 1.7, 1.8 ആൻഡ് 1.9. 1.9 കഴിഞ്ഞിട്ട് അടുത്തത് 2 വരും. ഇതൊക്കെ നെയിം ഓൾ ദി ഡിവിഷൻസ് ബിറ്റ്വീൻ 1 ആൻഡ് 1.1 ഓൺ ദി നമ്പർ ലൈൻ. അപ്പോൾ ഇവിടെ ഇനി അടുത്തത് ഈ 1നെയും 1.1നെയും 10 ഈക്വൽ പാർട്സ് ആയിട്ട്, അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിവിഷൻസിനെ നെയിം കൊടുക്കാനാണ് അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1നും 2വിനും ഇടയ്ക്കെടുത്തപ്പോൾ 1.1, 1.2 അങ്ങനെയായിരുന്നു അല്ലേ. ഇനി നമ്മൾ 1നും 1.1നും ഇടയ്ക്ക് 10 ഈക്വൽ പാർട്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഡിവിഷൻസ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ നമുക്കിവിടെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ 4th പാർട്ട് എന്ന് പറയുന്നത് 1.04 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് 1 എന്തായിരിക്കും? 1.01 ആയിരിക്കും. ഇവിടെ 1.1 ആയിരുന്നു. വീണ്ടും ഇതിനെ രണ്ടിനെയും കൂടെ ചെയ്തപ്പോൾ 1.01 ആയി. അടുത്തത് 1.02 ആയിരിക്കും അടുത്ത മാർക്കിംഗ്. അടുത്ത മാർക്കിങ് 1.03 ആയിരിക്കും. അടുത്തത് 1.04, അടുത്തത് 1.05, അടുത്തത് 1.06, അടുത്തത് 1.07, അടുത്തത് 1.08, അടുത്തത് 1.09. 1.09 കഴിഞ്ഞ് അടുത്തത് എന്തായിരിക്കും? 1.1 അല്ലേ. 1.09 കൂടെ 0.01 ആഡ് ചെയ്താണ് നമ്മളിവിടെ പോകുന്നത് അല്ലേ. അപ്പോൾ എന്താവും? 9 + 1 10. ഇവിടെ 1 ആവും. കണ്ടോ? 1.1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 1നും 1.1നും ഇടയ്ക്കുള്ള ഡിവിഷൻസ് ഏതൊക്കെയാണ്? 1.01, 1.02 ഇങ്ങനെ പോകും കേട്ടോ. അടുത്തത് ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ഡെസിമൽ നമ്പേഴ്സ് അഗെയിൻസ്റ്റ് ദ ലെറ്റേഴ്സ്. ഇനി ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ നേരെ നമ്മൾ ഡെസിമൽ നമ്പർ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം. അപ്പോൾ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന സ്കെയില് 5, 5.1, 5.3, 5.4 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 5.2 നമുക്കിവിടെ
തന്നിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 5.1 തൊട്ട് മുമ്പ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കിയേ, 5 കഴിഞ്ഞിട്ട് അപ്പോൾ ഇതെന്താ 5-നും 5.1-നും ഇടയ്ക്ക് അപ്പോൾ എന്തൊക്കെ വരും? 5.01, 5.02, 5.03, 5.04, 05, 06, 07, 08, 09. അപ്പോൾ ഇതെന്ത് വരും? 5.09. എ എന്ന് പറയുന്നത് 5.09 ആണ്. അപ്പോൾ ഇനി അടുത്ത ഇവിടെ എന്ത് വരും? ഇവിടെ 5.1 ആയി. 5.1 കഴിഞ്ഞ് ഇനി അടുത്ത ഇവിടെ എന്തായിരിക്കും? 5.11, 5.12, അടുത്തത് 5.13, ഇത് 5.13. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇനി നോക്കിയാൽ സി എന്തായിരിക്കും? ഇത് 5.13, 5.14, 5.15, 5.16, 5.17, 5.18, 5.19. ഇതെന്തായിരിക്കും അപ്പം? 5.19 കഴിഞ്ഞിട്ട് അടുത്തത് 5.2. അപ്പോൾ ഇതാണ് 5.2 വരുന്നത്. ഇനി ഇത് 5.3 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡി എന്തായിരിക്കും? 5.31 ആയിരിക്കും. ഉണ്ടല്ലോ. അപ്പോൾ 1-നും 2-നും ഇടയ്ക്കാണെങ്കിൽ എങ്ങനെ വരും? 1.1, 1.2 ഇങ്ങനെ വരും. ഇനി അടുത്ത നമ്മൾ ഡിവിഷൻ എടുക്കുന്നത് 1-നും 1.1-നും ഇടയ്ക്കാണെങ്കിൽ ഇവിടുത്തെ ഡിവിഷൻസ് എങ്ങനെ വരും? 1.01, 1.02 ഇങ്ങനെ വരും. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടൊരു 0യും കൂടെ വരും. ഓക്കെ. ഇനി അടുത്തത് ദർ ഈസ് സീറോ ഡിലമ്മ. ഓക്കെ. സോനു സേസ് ദാറ്റ് 0.2 ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 0.20, 0.200. Sarah thinks that putting 0 on the right side may alter the value of the decimal number. What do you think? അപ്പോൾ സോനു പറഞ്ഞു നമുക്ക് 0.2-നെ ഇങ്ങനെ എഴുതാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതായത് 0.20, 0.200 ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സാറ എന്ത് പറഞ്ഞു? റൈറ്റ് സൈഡിൽ 0 ഇട്ട് കൊടുത്താൽ ഡെസിമൽ നമ്പറിൻ്റെ വാല്യൂ ഓൾട്ടർ ആകുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് അതേക്കുറിച്ച് ചിന്തിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് നോക്കാം. വി ക്യാൻ ഫിഗർ ദിസ് ഔട്ട് ബൈ ലുക്കിംഗ് അറ്റ് ദ ക്വാണ്ടിറ്റീസ് ദീസ് നമ്പർ റെപ്രസെൻറ്റ് യൂസിങ് പ്ലേസ് വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് 0.2 തന്നിട്ടുണ്ട്. 0.2 എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസിൽ 0 ആണ്. ടെൻസിൻ്റെ പ്ലേസിലാണ് 2 വന്നിട്ടുള്ളത് അല്ലേ? ടെൻസിൻ്റെ പ്ലേസിൽ 2 വന്നിട്ടുണ്ട്. ഇനി 0.20 നോക്കിയേ, ഇവിടെയും യൂണിറ്റ് പ്ലേസിൽ 0 ആണ്. ടെൻസിൻ്റെ പ്ലേസിലാണ് 2 വന്നിട്ടുള്ളത്. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 0 ആണ്. അടുത്തത് എടുക്കുമ്പോഴും ടെൻസിൻ്റെ പ്ലേസിലാണ് 2 വന്നിട്ടുള്ളത്. ബാക്കി പ്ലേസുകളൊക്കെ 0 ആണ്. ഇനി നോക്കിയേ 0.02, ഇവിടെയോ ടെൻസിൻ്റെ പ്ലേസിൽ 0യും ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ് 2 വന്നിട്ടുള്ളത്. കണ്ടോ? അടുത്തത് എടുക്കുമ്പോൾ തൗസൻഡ്സിൻ്റെ പ്ലേസിലാണ് 2 വന്നിട്ടുള്ളത്. അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് 0.2, 0.20 ആൻഡ് 0.200 ആർ ഓൾ ഈക്വൽ ആസ് ദേ റെപ്രസെൻറ്റ് ദി സെയിം ക്വാണ്ടിറ്റി. അതായത് ഈ 0.2 എന്ന് പറയുന്നതും 0.20 എന്ന് പറയുന്നതും 0.200 എന്ന് പറയുന്നതും സെയിം ക്വാണ്ടിറ്റി ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2 tens. അതായത് ഇത് മൂന്നും കാണിക്കുന്നത് എന്തിനെയാണ്? 2 tensനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ 0.2-ഉം 0.02-ഉം 0.002-ഉം എന്താണ്? ഡിഫറൻ്റ് ആണ്. 0.2 എന്ന് വെച്ചാൽ ടെൻസ് ആണ്. 0.02 എന്ന് വെച്ചാൽ ഹൺഡ്രഡ്സ് ആണ്. 0.002 എന്ന് വെച്ചാൽ എന്താണ്? തൗസൻഡ്സ് ആണ്. അപ്പം നമ്മൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഈ 2 കഴിഞ്ഞിട്ട് എത്ര 0 ഇട്ട് കൊടുത്താലും ഇതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇവിടെ 2 ഏതിൻ്റെ പ്ലേസിലാണ്? ഇവിടെ ടെൻസിൻ്റെ പ്ലേസിലാണ്. അതേസമയം 2-വിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 0 ഇട്ട് കൊടുത്താലോ 0.02 ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. കാരണം എന്താണ്? 2 ഇവിടെ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ്. മനസ്സിലായല്ലോ? ഡെസിമൽ പോയിൻറ്റിൻ്റെ നമുക്കുള്ള നമ്പറിൻ്റെ ഫ്രണ്ടിലാണ് 0s വരുന്നതെങ്കിൽ വാല്യൂ ചേഞ്ച് ആകും. അതേസമയം റൈറ്റിലോട്ട് എത്ര 0 വന്നാലും വാല്യൂ ചേഞ്ച് ആകുന്നില്ല.
ക്യാൻ യു ടെൽ വിച്ച് ഓഫ് ദീസ് ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ്? അപ്പോൾ ഇതിലേതാണ് വലുത്, ഏതാണ് ചെറുതെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുമോ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേതായിരിക്കും ഏറ്റവും ചെറുത്? നോക്കിയേ, ഏറ്റവും ചെറുത് വരുന്നത്, വാല്യൂസ് എപ്പോഴും ചെറുത് വരുന്നത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് വരുമ്പോഴാണ് വാല്യൂസ് ചേഞ്ച് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 2 വരുന്ന നമ്പർ ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ ഇവിടുത്തെ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 0.002 ആണ് സ്മോളസ്റ്റ് നമ്പർ, 0.002. ഇനി ലാർജസ്റ്റ് ഡെസിമൽ നമ്പർ ഏതായിരിക്കും? ലാർജസ്റ്റ് എന്ന് പറയുന്നത് ടെൻസിൻ്റെ പ്ലേസിൽ 2 വരുന്നതാണ് ലാർജസ്റ്റ് ഡെസിമൽ നമ്പർ. അപ്പോൾ അതേതാണ്? 0.2. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് കുറേ 0 ഉണ്ടെങ്കിൽ അത് ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും 0 അല്ലാത്ത ഡിജിറ്റ് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും ലാർജസ്റ്റ് നമ്പർ.